ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്രൊജക്ട്സ്? ഫ്യൂച്ചർ പ്രൊജക്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സ്റ്റാറിംഗ് പൗർണമി എന്ന് പറയുന്ന സിനിമ അത് കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്തു. എങ്ങനെയാണ് അതിലെ ക്യാരക്ടർ എങ്ങനെ സ്റ്റാറിംഗ് പൗർണമി? അതിൽ ഞാൻ ചെയ്യുന്നത് ഒരു പഞ്ചാബി നായകനാണോ നായകന്റെ കൂട്ടുകാരനാണോ എന്താണ് ക്യാരക്ടർ? അത് സിനിമ കണ്ടിട്ട് തീരുമാനിക്കേണ്ടി വരും. കാരണം ആ ക്യാരക്ടർ പല ഷെയ്ഡ്സിലൂടെ പോകുന്നത്, പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്. പക്ക സീരിയസ് ക്യാരക്ടർ ആണോ? ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഈ സിനിമയെ പറ്റിയിട്ട് നമ്മുടെ അബീക്ക് ഉണ്ടല്ലോ, നമ്മുടെ ആക്ടർ, അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഈ സിനിമയിലെ ക്യാരക്ടർ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, അതിനെങ്ങനെയാണ് ഇപ്പൊ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. വില്ലനാണെന്ന് ചോദിച്ചാൽ വില്ലനാണ്, നായകനാണെന്ന് ചോദിച്ചാൽ നായകനുമാണ്. അപ്പൊ അദ്ദേഹം ഉടനെ നീയാണല്ലേ ഈ സിനിമയിലെ വിനായകൻ. അപ്പൊ അങ്ങനെ ഒരു നായകൻ വില്ലൻ എന്ന് വിനായകൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് ഞാനായിരിക്കും. നല്ലൊരു പേരാണ് വിനായകൻ. അപ്പോ ഓക്കെ, സ്റ്റാറിംഗ് പൗർണമി. ഇപ്പൊ ഈ ഒരു ചിത്രത്തില് ഞാൻ ചോദിക്കാൻ വിട്ടാണ് ലാലേട്ടനായിട്ടുള്ള ഞാൻ പറയാനും മറന്നു. അപ്പൊ നമ്മളെ ഏറ്റവും നല്ല അവസാനമാണ് നമ്മൾ അത് ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതാണ്, ഒരുപാട് ഇന്റർവ്യൂസിൽ പറഞ്ഞാണ്. ലാലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്ത് എനിക്ക് ഡെഫിനറ്റ്ലി എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. അത്രയും വലിയ നിലയ്ക്ക് നിൽക്കുന്ന ഒരാൾ, അത്രയും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള സ്റ്റാർ ആയിട്ടുള്ള ഒരാൾ നമ്മളോട് പെരുമാറുന്നത് കാണുമ്പോഴാണ് നമ്മൾ എങ്ങനെ ആവണം എന്നുള്ളത് നമുക്ക് മാതൃകയാണ്. ഞാനിപ്പോ ഇദ്ദേഹത്തിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത് സൂപ്പർ സ്റ്റാർസിൽ, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അല്ലാതെ ഞാനൊരു പറയാൻ പറ്റില്ല. ഇപ്പൊ ഫേസ്ബുക്കിൽ നാളെ കയറി വല്ലാത്ത പേടിയാണ് എന്ത് പറയുന്നതിന് ശേഷം സ്വന്തമായിട്ടൊരു എക്സ്പ്ലെയിൻ തരികയാണ്. കാരണം കഷ്ടപ്പാടാണ്, നാളെ ജാട എന്നൊരു പേടിച്ചിട്ടാണ്. അതായത് രാവിലെ ഒക്കെ ഇപ്പൊ അയ്യോ ഫേസ്ബുക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞെറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് പറഞ്ഞാ അല്ല, ഞാൻ ശരിക്കും പറഞ്ഞാല് സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത് തന്നെ ഇത്രയും വലിയ ഈ രണ്ട് പില്ലേഴ്സ് ആണ് എൻ്റെ ഏറ്റവും വലിയ പ്രചോദനം. മമ്മൂക്ക ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ആഗ്രഹം കൊണ്ട് മാത്രം സിനിമയിൽ എത്തിയതാണ്. അത്രയും തീവ്രമായിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ് അദ്ദേഹം ഈ ലാലേട്ടനാണെങ്കിൽ വേറെ തരം ഒരു ആക്ടറാണ്. ഇവര് രണ്ടുപേരുമാണ് നമ്മൾ കണ്ട് സിനിമയിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ഈ വന്നു കഴിഞ്ഞിട്ട് ഇതില് ആഗ്രഹിച്ചിരുന്ന രണ്ടുപേരും ഒരാളുടെ കൂടെ അഭിനയിക്കാൻ പറ്റി, അതാണ് ഏറ്റവും വലിയൊരു. തീർച്ചയായിട്ടും ഒരു സീനാണെങ്കിൽ ഒരു സീന് നമുക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്. കാരണം നമ്മൾ പറഞ്ഞു കേട്ടിരിക്കുന്ന ഒരാൾ, കാണുന്ന ഒരാൾ, നമ്മൾ അതിശയിപ്പിക്കുന്ന ഒരാൾ, അല്ലെ? അതൊരു വല്ലാത്തൊരു അനുഭവം അല്ലേ? എക്സ്പീരിയൻസ്, വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് പഠിക്കാൻ പറ്റി തോന്നുന്നു. അത് അഭിനയത്തിന്റെ കാര്യത്തിലായാലും ചില ടിപ്സ് ഒക്കെ നമുക്ക് കിട്ടും അദ്ദേഹം ചെയ്യുന്നത് കാണുമ്പോൾ. കാര്യം വളരെ ഈസിനെസ്സോട് കൂടിയിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇപ്പൊ എനിക്കൊക്കെ പുതിയൊരാളെന്നുള്ള നിലയ്ക്ക് ക്യാമറ ഓൺ ആയി കഴിഞ്ഞാൽ നെഞ്ചിടിപ്പ് കൂടും. അത് എക്സ്പീരിയൻസ് കൊണ്ട് മാറേണ്ടതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതെനിക്ക് ആദ്യത്തിനേക്കാൾ കുറവാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. റിലാക്സ്ഡ് ആയിരുന്നിട്ട് അഭിനയിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ അടുത്തുനിന്നാണ്. ഈ കൂതറയുടെ രണ്ട് വാലുകളെ കുറിച്ചിട്ട് സണ്ണി വെയിൻ ഭരത് എങ്ങനെ ഉണ്ടായിരുന്നു? അവരുടെ വാലുകളല്ല, രണ്ട് തലയും ഒരു നടുക്കഷ്ണമാണ്. അവർ രണ്ടുപേരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ അടുത്ത സുഹൃത്തുക്കളും കൂടി. ആ പടം കണ്ട് ഇറങ്ങുമ്പോൾ മനസ്സിലാവും നിങ്ങൾ എത്രമാത്രം ഡീപ്പായിട്ടുണ്ടാവും. നമുക്ക് ഊഹിക്കാൻ പറ്റും. നിങ്ങൾ സിനിമയിൽ നിങ്ങൾ കാണുന്നത് ഞങ്ങൾ തമ്മിൽ റിയൽ ലൈഫിലുള്ളതിന്റെ ഒരു വശമാണ്. കാരണം ഞങ്ങൾ അത്രയും ഫ്രണ്ട്ഷിപ്പ് വർക്ക് ആവാനായിട്ട് ഞങ്ങൾക്ക് കയ്യിൽ നിന്ന് പുതിയ നമ്പർ ഇടേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ആ ഒരു ഈസിനെസ് തന്നെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൽ ഇവിടെ വരികയും ചെയ്യും. അതാണ് നിങ്ങൾ സിനിമയിൽ കാണുന്നത്. എനിക്ക് കുറച്ചുകൂടി ഒരു ഏറ്റവും ഒരു എന്താ പറയുക ഫീൽ ചെയ്തൊരു സീൻ ഏതാന്ന് വെച്ചാൽ നിങ്ങൾ മൂന്ന് വഴിക്ക് പോകുന്നൊരു സീൻ. ഭയങ്കര സെന്റിമെന്റ്സ്, അതായത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ ബ്രേക്ക് ആവാണ്. പക്ഷെ നിങ്ങളുടെ കണ്ണുകളോട് നോക്കുന്ന ആ സീനൊക്കെ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും അത് കുറച്ച് ഫീൽ ചെയ്തു. ആ സീനൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ കണ്ണിൽ വെള്ളം വരുന്നുണ്ട്. പക്ഷെ അതിന് എൻ്റെ അടുത്ത് ഞാൻ ഗ്ലിസറിനൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഗ്ലിസറിനൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യം എനിക്ക് തോന്നില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഷൂട്ട് തുടങ്ങിയിട്ട് ഒരു 10-30 ദിവസമായി ആ കോളേജിൽ. അപ്പോൾ അവസാനത്തിന് 2-3 ദിവസം മുമ്പാണ് ആ സീനൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ശ്രീയേട്ടൻ്റെ അടുത്ത് പറഞ്ഞു രാവിലെ തൊട്ട് ആ ക്യാരക്ടറിനെ ക്യാരി ചെയ്യണം. ഈ പറയുന്ന പോലെ ഒരു ഏത് രീതിയിലാണോ നിനക്ക് ക്യാരി ചെയ്യാൻ പറ്റുക അങ്ങനെ. ഇപ്പോൾ കുറച്ച് എന്താ പറയുക സാഡ് സോങ്സ് കേട്ടാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അങ്ങനത്തെ പാസ്റ്റ് ഇൻസിഡൻസ് ഫ്രണ്ട്സിനെ മിസ് ചെയ്യുന്ന ഫ്രണ്ട്സിനെ അലച്ചിട്ടാണെങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ആ സീൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സണ്ണി വെയിനെയും ഭരതനെയും കാണുമ്പോൾ ശരിക്കും ആ ക്യാരക്ടേഴ്സ് ആയ പോലെയും ഞാൻ ഈ ക്യാരക്ടറായി നിൽക്കുന്ന പോലെയും തോന്നിയിട്ട് തന്നെയാണ് എനിക്ക്
ഞാൻ ഫീൽ ചെയ്ത് അഭിനയിച്ചാണ്. നന്നായിട്ടുണ്ടായിരുന്നു ആ സീൻ. നമ്മൾ കാണുമ്പോൾ നമുക്ക് നമ്മുടെ കോളേജ് ലൈഫൊക്കെ ഓർമ്മ വരും, നമ്മൾ പിരിക്കുന്ന സാധനങ്ങളൊക്കെ ഓർമ്മ വരും. അത് ഡീപ്പായിട്ടുള്ള എന്തിനും കൂടെ നിൽക്കുന്ന തിരിച്ച് വീണ്ടും കണ്ടുമുട്ടുമോ എന്നുപോലെ അറിയാതെ ഒരു 3 സുഹൃത്തുക്കള് പിരിഞ്ഞു പോകുമ്പോഴത്തെ ആ ഒരു വിഷമം, അതെനിക്ക് തോന്നുന്നു ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, അത് ഇഷ്ടപ്പെട്ടു ആ സീൻ. എന്താണ് താങ്കളുടെ ലക്ഷ്യം ജീവിതത്തിലെ? ജീവിതത്തിലെ ലക്ഷ്യം ആണല്ലോ ഞാനിപ്പോ സിനിമയാണ് മൊത്തം മനസ്സിൽ. സിനിമയായിരുന്നു, ചെറുപ്പം മുതലേ സിനിമയായിരുന്നു ലക്ഷ്യം. പക്ഷെ അത് തുറന്നു പറയാനുള്ള ഒരു ധൈര്യം കിട്ടിയത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞപ്പോഴാണ്. ഓക്കെ, ഞാൻ ചോദിക്കാൻ വിട്ടു, ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എങ്ങനെയാണ് അതൊക്കെ വിട്ടിട്ട് ഈ സിനിമ ലോകത്തേക്ക് എത്തിച്ചേർന്നത്? ഭ്രമം കൊണ്ടാണോ, അല്ലെങ്കിൽ വീട്ടുകാരപ്പോ ആ സമയത്തൊന്നും പറഞ്ഞില്ലേ ചെക്ക സിനിമയിലൊക്കെ? അല്ല, ഞാൻ സത്യം പറഞ്ഞാല് സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം ഉണ്ടെന്ന് പറയുന്നത് തന്നെ എഞ്ചിനീയറിംഗ് കഴിയുമ്പോഴാണ്. അതിനു മുമ്പ് ആഗ്രഹത്തിനേക്കാളും അപ്പുറത്തുള്ളൊരു സ്വപ്നമായിരുന്നു അത്. എനിക്കത് പറ്റുമോ എന്ന് പോലും എനിക്കറിയില്ല. പിന്നീട് ഞാൻ ഈ പറഞ്ഞ പോലെ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തു, പോർട്ട്ഫോളിയോ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതിനൊക്കെ മുമ്പ് ജി ജോയ് പി ആർ എന്ന് പറഞ്ഞൊരു ഡ്രാമ ആക്ടർ ഉണ്ട്, എൻ്റെ വീടിൻ്റെ അടുത്താണ്, എൻ്റെ ഒരു സുഹൃത്തും കൂടെയാണ്. ഇപ്പോൾ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രൊഫസറാണ്. അദ്ദേഹത്തിനോട് ഞാൻ ആദ്യം പോയി പറയുന്നത് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് സിനിമ. അത് പറഞ്ഞു. അപ്പം എന്നെ കൊണ്ടൊരു അന്ന് പുള്ളി തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നെ അവിടെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ അവിടെ സ്റ്റേജിൽ ഒരുപാട് വലിയ വലിയ ആൾക്കാരെ അവിടെ ഡ്രാമ ചെയ്തു വന്നിട്ടുള്ളതാണ്. അവിടെ കൊണ്ടുപോയിട്ട് ഞാനും പുള്ളി ഒറ്റയ്ക്ക് എൻ്റെ അടുത്ത് ഒരു ചെറിയൊരു സീക്വൻസ് വന്നിട്ട് നീ ഒന്ന് അഭിനയിക്കുന്നത്. ഞാൻ ആദ്യം ഞെട്ടി, എനിക്ക് അറിയില്ല, കാരണം ഞാൻ അങ്ങനെ അല്ല, സദസ്സൊന്നുമില്ല, ഞാനും അദ്ദേഹം മാത്രമേ ഉള്ളൂ. എനിക്ക് ആ ഒരു സ്ഥലത്തിന്റെ ഒരു ഫീലാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് പേര് എനിക്ക് കാരണം ഇദ്ദേഹം നല്ലൊരു ആക്ടറും കൂടെയാണ്. അങ്ങനെ ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ ഒരു തവണ ചെയ്തു, കൊള്ളാം, അടുത്ത തവണ നീ ചെയ്യുമ്പോൾ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അടുത്ത തവണ ചെയ്തപ്പോൾ ഇമ്പ്രൂവ് ചെയ്തു. നിനക്ക് ബേസിക് സെൻസ് ഓഫ് ആക്ടിങ് ഉണ്ട്, നീ ധൈര്യമായിട്ട് ട്രൈ ചെയ്തു. അത് അത്രയും ഈ കോണ്ടംപററി ഷേക്സ്പിയർ ഡ്രാമ ട്രൂപ്പ് എന്ന് പറയുന്ന ഇന്റർനാഷണൽ ഡ്രാമ ട്രൂപ്പിലെ മെയിൻ ആക്ടർ ആയിരുന്ന ഒരാളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഭയങ്കര കോൺഫിഡൻസ് നമുക്ക് കിട്ടിയത്. അങ്ങനെ ഒരു ബേസിക് സെൻസ് ഉണ്ടെന്നുള്ള തോന്നലാണ് എന്നെ പിന്നീട് ശ്രമിക്കാനായിട്ട്. ഇപ്പൊ എൻ്റെ ഒരു രൂപമൊക്കെ കണ്ടു കഴിഞ്ഞാല് എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. എൻ്റെ അടുത്ത് പലരും ഞാൻ ചാൻസ് ചോദിച്ചെന്നപ്പോ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചാൻസ് ചോദിച്ച് നടന്നിട്ടുണ്ടോ. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഇതാണ്, വീട്ടിൽ നല്ല കാശുണ്ടാവുമല്ലേ, നല്ല കളറുണ്ട്, കാണാനൊക്കെ കൊള്ളാലോ, ജിമ്മിലൊക്കെ പോയിട്ടുണ്ടല്ലോ, അപ്പൊ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും സിനിമയിൽ അഭിനയിച്ച് നോക്കുന്നു, അപ്പൊ അതിന്റെ പേരിൽ ഇറങ്ങിയതായിരിക്കുമല്ലേ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു പലർക്കും. പക്ഷെ ഞാൻ നേരെ ഉണ്ടായിരുന്ന നല്ലൊരു ജോലി വരെ റിസൈൻ ചെയ്ത് ഇറങ്ങുന്നത് ഈ സിനിമയോടുള്ളൊരു സ്നേഹം കൊണ്ടാണ്. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ ഈ കോഗ്നിസെന്റ് എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെന്നൈയിൽ വെച്ചിട്ട് ആ സമയത്താണ് ഈ മഞ്ചാടിക്കുരു എന്ന് പറയുന്ന സിനിമ റിലീസാവും. അന്ന് ചെന്നൈയിൽ റിലീസായ മഞ്ചാടിക്കുരു എന്ന് പറയുന്ന സിനിമ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് 1500 രൂപ ഇട്ടിട്ട് 10 പേര്, ഞാനടക്കം 10 പേര് തിയേറ്ററിൽ പോയി സിനിമ ഉണ്ടായിരുന്നു. ഞാനത് കാണാനായിട്ട്, ആ സിനിമ കാണാനായിട്ട് വിളിച്ചപ്പോൾ ആരും വന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ 10 പേർക്കും ഞാൻ ടിക്കറ്റ് എടുക്കാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊണ്ടുപോയത്. ഇന്റർവെൽ ആയിപ്പോ ഇവരൊന്ന് പറഞ്ഞു, നീ ആ ടിക്കറ്റ് എടുത്തൊന്ന് ഞങ്ങളെ ഈ സിനിമ കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര മിസ്സായി. അങ്ങനെ മലയാള സിനിമനെ ഉദ്ബോധിപ്പിക്കാൻ ഇറങ്ങിയതാ ഞാൻ. എന്നിട്ട് എന്നോട് നിനക്ക് മലയാള സിനിമയ്ക്ക് ചേരുന്ന മുഖമല്ല, നീ മലയാള സിനിമയിൽ കറക്റ്റ് ആവൂല, നീ തിരിച്ചു പോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഡിമോട്ടിവേഷൻ. കുഴപ്പമില്ല, എന്തായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ വരെ എത്തിയില്ലേ. ഇനിയിപ്പോ താങ്കളുടെ കുടുംബത്തെ കുറിച്ചാണ്. വാട്ട് അബൌട്ട് യുവർ ഫാമിലി? വീട്ടില് അപ്പനുണ്ട്, അമ്മയുണ്ട്, ചേട്ടൻ, ചേച്ചി മാരീഡ് ആണ്, 3 കുട്ടികളുണ്ട്. അപ്പനൊരു ലോയറാണ്, അമ്മ ഹൗസ് വൈഫ്. ചേട്ടൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ട് കൊച്ചിയിലേക്ക് വന്ന് ചാൻസ് ചോദിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ ഞാൻ ചേട്ടന്റെ പാരസൈറ്റ് ആയിട്ട് അങ്ങോട്ട് കൂടി. ഈ വരുമാനമില്ലായ്മ, അതായത് നല്ല ശമ്പളമൊക്കെ ഉണ്ടായിരുന്നിട്ട് 1 രൂപ പോലും വരുമാനം ഇല്ലാതിരിക്കുമ്പോൾ ഭീകരമാണ് അവസ്ഥ. നമ്മളിങ്ങനെ ഒരാള് സമീപത്താണ് എല്ലാം കൂടെ നിൽക്കുക. പക്ഷെ അന്ന് ചേട്ടനോടുള്ള ഏറ്റവും വലിയ ബഹുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വാക്ക് പോലും പറയാതെ ചേട്ടന്റെ കൂടെ എന്നെ കയറ്റി താമസിപ്പിച്ച് എനിക്ക് ഷർട്ടും പാന്റും വാങ്ങാനുള്ള പൈസ വരെ ഞാൻ അപ്പൻ്റെ ചേട്ടനാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരുത്തൻ പറഞ്ഞതിൻ്റെ അടുത്ത്, ഡോണ്ട് റൺ ബിഹൈൻഡ് മണി, മൂവീസ് ചെയ്യുമ്പോൾ സെലക്റ്റീവ് ആവണം. ഞാൻ എന്താണ് അവരോട് പറയാ, ABCD കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തിരിക്കുന്ന ആകെ 2 സിനിമകളാണ്. ഇഫ് ഐ വാസ് റണ്ണിങ് ബിഹൈൻഡ് മണി ഞാൻ മിനിമം 10 സിനിമകളെങ്കിലും ചെയ്തിരുന്നു.
അതായത് പുറത്തുനിന്ന് നോക്കി കാണുന്നവര് അറിയുന്നില്ല പലരും. അതിന്റെ ഒരു സംഭവം അത്രേ ഉള്ളൂ. ഞാൻ ഇപ്പോഴും പലപ്പോഴും വീടിന് വാടക കൊടുക്കാനായിട്ട് എന്റെ ചേട്ടന്റെ അടുത്തും അപ്പന്റെ അടുത്തും പോകുന്നുണ്ട്. കാര്യം എന്താ വെച്ചാൽ എനിക്കറിയാം ഇപ്പോഴത്തെ ഈ സ്ട്രഗിൾ ഒക്കെ കഴിഞ്ഞ് എനിക്ക് വേറെ ഒരു നിലയ്ക്ക് വരുമ്പോൾ എനിക്കറിയാം. അത് കാരണം കൊണ്ട് തന്നെ അവരോട് ചോദിക്കാൻ എനിക്ക് മടിയില്ല. കാരണം അവർക്കും അറിയാം. ഇപ്പൊ ഈ ചേട്ടന് കിട്ടി തുടങ്ങുന്നുണ്ടോ? ചെറിയ ചെറിയ രീതിയിൽ വരുമാനം കിട്ടി തുടങ്ങുന്നുണ്ടോ എന്ന് ചോദിക്കാറ്. എനിക്ക് വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഇപ്പോഴും ഈ ഒരു എന്റെ സ്ട്രഗ്ലിംഗ് സ്റ്റേജ് തന്നെയാണ് ഇപ്പോഴും. ഈ ഒരു 2-3 വർഷത്തേക്കെങ്കിലും എന്റെ സ്ട്രഗ്ലിംഗ് സ്റ്റേജ് തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എനിക്ക് സ്ട്രഗിള് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറുമാണ്. കാരണം രണ്ടും കൽപ്പിച്ചിറങ്ങിയതാ, ഇനി തിരിച്ചു പോക്കില്ല. അല്ല സത്യം പറഞ്ഞ അത്ര ആഗ്രഹം കൊണ്ട് വന്ന അങ്ങനെ വിട്ടിട്ട് പോകാൻ തോന്നുന്നില്ല. അതാ ഞാൻ പറഞ്ഞില്ല, അത് രണ്ടും കൽപ്പിച്ചിറങ്ങിയതൊന്നുമല്ല. അപ്പൊ എനിക്കൊരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ആക്ടറായിട്ട് അറിയപ്പെടണം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ നല്ല ക്യാരക്ടേഴ്സിനാണ് ഞാൻ തേടിക്കൊണ്ടിരിക്കുന്നത്. ഈ നേരത്തെ പറഞ്ഞ പോലെ പൈസ വരും, അതൊരു സെക്കൻഡ് തിങ്ങോ തേർഡ് തിങ്ങോ എന്താ പറയാ, അതിനേക്കാൾ ഉപരി ഒരു ക്യാരക്ടർ നന്നായി എന്ന് പറഞ്ഞിട്ട് എന്റെ 4 പേര് നന്നായിടുന്ന മോനെ എന്ന് പറയുന്നതാണ് ഈ പൈസയെക്കാളും എനിക്ക് തോന്നുന്നു ഇമ്പോർട്ടൻ്റ് ആണ്. പൈസയൊക്കെ വരട്ടെ. ഇനിയിപ്പോ ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോ കുടുംബത്തെ കുറിച്ച് പറഞ്ഞപ്പോ എന്തായാലും ഒരു കാര്യം മനസ്സിലായി, ബാച്ചിലറാണ്, ലൈഫ് എൻജോയ് ചെയ്തിട്ടിരിക്കുകയാണ്. അതിനിടയിലൂടെ നേരത്തെ നമ്മൾ ഈ കൂതറയിലുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു നായികമാര് ലവേഴ്സ് വരുന്ന പോലെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഇതൊക്കെ ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ഈ പറയുന്ന പോലെ ഒരു സാധാരണ മനുഷ്യനായതുകൊണ്ട് അതിന്റെ കാലഘട്ടങ്ങളിൽ സംഭവിക്കുന്നത് അതാ ഞാൻ പറയുന്നത്. ഒരു കാലഘട്ടത്തിൽ സംഭവിക്കേണ്ടതൊക്കെ എന്റെ കാലഘട്ടത്തിൽ എന്റെ ജീവിതത്തിന്റെ പല കാലഘട്ടങ്ങളിലായിരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ കുറച്ച് പ്രൈവസി എനിക്ക് വേണ്ടേ? അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇടൂലായിരുന്നു ഞാൻ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ഇടൂലേ? ഞാൻ ഇട്ടിട്ടില്ലല്ലോ. വേണ്ട, ഇനി ഒരുപാട് വരാനുണ്ട്. എന്തായാലും ഇങ്ങനെ തന്നെ മുന്നോട്ട് വിട്ടു. അപ്പൊ നമ്മുടെ ഓൺ ദി സ്പോട്ട് ഏകദേശം അതിന്റെ പേരുള്ള സമയമായിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ 1TV പ്രേക്ഷകരോട് ടോവിൻ തോമസിന് അല്ലെങ്കിൽ നമ്മുടെ കൂതറയിലെ തരുണിന് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ കൂതറ എന്നുള്ള സിനിമ തിയേറ്ററിൽ റിലീസായിട്ട് സക്സസ്ഫുള്ളി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഡീ പ്രൊമോഷൻസും ഡീഗ്രേഡിങ്ങും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും തിയേറ്ററിൽ ഹൗസ്ഫുള്ളാണ് ഇപ്പോഴും ഷോ. അപ്പോൾ അതത്ര മോശം സിനിമയാവാൻ സാധ്യതയില്ല. നിങ്ങൾക്ക് ആ സിനിമ കാണാനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ റിവ്യൂസ് ഒന്നും കേൾക്കാതെ നിങ്ങൾ പോയി കാണും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടെന്ന് 2 പേരോട് പറയും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞോളൂ. ഇത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. നിങ്ങൾ സിനിമ കാണും, ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂസ് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ എന്തായാലും നമ്മുടെ തരുണിന്റെ, കൂതറയിലെ തരുണിന്റെ, അതോടൊപ്പം ടോവിന്റെ, ഏത് പേര് ഞാൻ ഭയങ്കര കൺഫ്യൂഷൻ ആണ്. പല സമയത്തും ആ ഒരു കഥാപാത്രം എന്നെ എല്ലാവരും വീട്ടിലും അങ്ങനെയൊക്കെ വിളിക്കുന്നത് ടോവി. ഓക്കെ. അപ്പോൾ നമ്മുടെ ടോവിയുടെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാനുണ്ട്. അതിനു മുമ്പായിട്ട് ഓൺ ദി സ്പോട്ടിലൂടെ താങ്കൾക്ക് കിട്ടുന്ന ഒരു ചെറിയ ഉപദേശം ഇത്രേ ഉള്ളൂ. നമ്മൾ ഈ ചെവി കൂടി കേട്ടിട്ട് കുറേ കാര്യങ്ങൾ ഇതിലേക്ക് വിടുക, ഒരു സൈഡിൽ പിടിച്ചിരുത്തി തീർച്ചയായും ഒരു 2 വർഷം കഴിഞ്ഞ് കാണുന്ന ഞാൻ ഇതായിരിക്കില്ല. വെരി ഗുഡ്. അന്ന് എന്റെ ചെവിയുടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വലിയൊരു ഓട്ടമായിരിക്കും. അപ്പോ ഇത് ഞാൻ ഇതിലേക്ക് വന്നിട്ടുള്ളൂ, അതിന്റെയാണ് കുഞ്ഞിക്കുട്ടിയല്ലേ, കടന്നിട്ടുള്ളൂ, കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ഉയരങ്ങളിൽ എത്തട്ടെ. കൂതറ ഇനിയും നിറഞ്ഞ സദസ്സുകളിൽ ഒരുപാട് കൈഡുകൾ മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുകയാണ്. നല്ലൊരു ഭാവി നേരുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ ടോവിനോ തോമസ് എന്ന ടോവിയുടെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ഓൺ ദി സ്പോട്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും മറ്റൊരു ഗസ്റ്റുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ദിസ് ഇസ് സുരാജ് സൈനിങ് ഓഫ് ഫ്രം ഓൺ ദി സ്പോട്ട്.